ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. ഏറ്റവും ലാസ്റ്റ് നമ്മളിട്ട വീഡിയോയുടെ ഇടയിൽ നിങ്ങൾ ചോദിച്ച സംശയങ്ങൾക്കുള്ള റിപ്ലൈ ആണ് കേട്ടോ. ഫസ്റ്റ് മേരി ജോസഫാണ്. ഡോക്ടർ പാരസെറ്റമോൾ സപ്പോസിറ്ററി ഒരു സിറപ്പായിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഒന്ന് കുഞ്ഞുങ്ങൾക്ക് സപ്പോസിറ്ററി ആയിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. വായക്കൂടെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ അത് എഫക്റ്റീവ് ആവാനും ഒക്കെ നല്ലതാണ്. നല്ല പനിയുള്ളപ്പോൾ കുട്ടി ഛർദ്ദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോഴും വായക്കൂടെ കൊടുത്താൽ അത് നഷ്ടപ്പെടും. അപ്പോൾ സപ്പോസിറ്ററി ആണ് കുറച്ചുകൂടി ബെറ്റർ ദാൻ ഓറലായിട്ട് കൊടുക്കുന്നത് കേട്ടോ. ദെൻ ഫാത്തിമയാണ്. ഹലോ ഡോക്ടർ, 2.5 വയസ്സുള്ള കുട്ടിക്ക് മൾട്ടി വൈറ്റമിൻ ഡ്രോപ്സ് കൊടുക്കാമോ? കൊടുക്കാം കേട്ടോ, കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആവശ്യമില്ലാത്തതാണെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും സമയത്ത് ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണെങ്കിൽ കൊടുത്തോളൂ. ദെൻ ആതിരയാണ്. ഡോക്ടർ, വീഡിയോ എല്ലാം യൂസ്ഫുൾ ആണ്. മുലപ്പാൽ കൂടുവാൻ ലാക്ടേറ്റ് ടാബ്ലറ്റ് കഴിക്കുന്നത് കൊണ്ട് പ്രോബ്ലം ഒന്നും ഉണ്ടോ? പ്രോബ്ലം ഒന്നുമില്ല, കഴിച്ചോളൂ. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതല്ലേ, നിങ്ങൾക്ക് കുഴപ്പമില്ല കേട്ടോ. ഞാൻ സ്പീഡ് പറഞ്ഞു വന്ന് മാക്സിമം കമൻസ് എല്ലാം കവർ ചെയ്യാൻ വേണ്ടിയാണ്. ഹലോ പ്ലീസ് മാം, കുഞ്ഞുങ്ങളുടെ അലർജി ടെസ്റ്റിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുമ്പോൾ, അലർജി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസ് സെപ്പറേറ്റ് വീഡിയോയുടെ ആവശ്യമില്ല. ഞാൻ ഇപ്പം തന്നെ പറഞ്ഞു തരാം. അലർജി എന്ന് പറഞ്ഞാൽ പല തരത്തിലുണ്ട്. ഫുഡിനോട് അലർജി ഉണ്ടാവും, എയറിലുള്ള പല കണ്ടൻസിനോട് അലർജി ഉണ്ടാവും, ഡസ്റ്റിനോട് അലർജി ഉണ്ടാവും, പോളൻ എന്ന് പറയില്ലേ, പൂവിലൊക്കെ ഉണ്ടാവുന്ന ആ പോളൻസിനോട് ഉണ്ടാവാം. പിന്നെ ഈ കോക്രോച്ചിൻ്റെ ഒക്കെ കുറേ സാധനങ്ങൾ കുട്ടികൾക്ക് അലർജി ആയിട്ട് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ടെസ്റ്റും ചെയ്ത് കുഞ്ഞുങ്ങളെ, അതായത് സ്കിന്നിലേക്ക് കുത്തിവെച്ച് നമ്മൾ അങ്ങനത്തെ അലർജി ടെസ്റ്റ് ജനറലി കുട്ടികൾക്ക് ചെയ്യാറില്ല. ചെയ്യുന്നത് ബ്ലഡിൽ നമ്മൾ യൂഷ്വലി 1-2 കാര്യങ്ങൾ, ഈസ്നോഫിൽസിൻ്റെ നോക്കും, IgA ലെവൽ നോക്കും, IgE ലെവൽ നോക്കും. അങ്ങനത്തെയൊക്കെ നോക്കിയാൽ നമുക്ക് കുറച്ച് അലർജി പ്രോണാന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ടെസ്റ്റ് ചെയ്തത് കൊണ്ട് അതിൽ വലിയ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ വലിയൊരു വ്യത്യാസം വരുത്താൻ പോകുന്നില്ല. നമുക്ക് പരിശോധിച്ചാൽ തന്നെയാണ് അതിന് യൂഷ്വലി കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അപ്പം നമ്മുടെ പാരൻസിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ദെൻ പിന്നെ മിയ എന്നുള്ളതാണ്. എല്ലാം വളരെ യൂസ്ഫുൾ വീഡിയോസ്, താങ്ക് യു ഡോക്ടർ. ഹലോ. ദെൻ രേഷ്മയാണ്. മാം, കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് തയ്യാറാക്കുമ്പോൾ എങ്ങനെയുള്ള പാത്രങ്ങൾ കുക്ക് ചെയ്യുന്നതാണ് നല്ലത്? സ്റ്റീൽ, അലുമിനിയം, നോൺ സ്റ്റിക്ക്, അങ്ങനെ. അപ്പോൾ എപ്പോഴും ഞാൻ പഴയ മൺപാത്രമാണ് നല്ലത്. യൂഷ്വലി മൺപാത്രത്തിൽ ഉണ്ടാക്കുന്നതാണ്, നമ്മൾ നാച്ചുറൽ ക്ലേയിലെ പോട്ടാണ് എപ്പോഴും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീൽ പാത്രം യൂസ് ചെയ്യൂ കേട്ടോ. നോൺ സ്റ്റിക്ക് മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ദെൻ നിമ്മി, എപ്പോൾ കുട്ടികൾക്ക് ചുമ വന്നാൽ മാറുന്നില്ല, അത് പറ്റിയൊരു വീഡിയോ. മാറാത്ത ചുമ എന്ന് പറഞ്ഞാൽ ഞാനൊരു 2 വീഡിയോസ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഒന്ന് ചാനലൊന്ന് പോയി നോക്കൂ. ഇപ്പോഴത്തെ ചുമയൊക്കെ അങ്ങനെയാണ്. അതായത് ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ച് കുട്ടികളുടെ ഇമ്മ്യൂണിറ്റിനെയും കൂടി അത് ബാധിക്കുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി കുറവുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ആസ്മ അലർജിക്ക് പ്രോണായിട്ട് കുട്ടികൾക്കൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഹലോ ഡോക്ടർ, ക്യാൻ യു പ്ലീസ് ടെൽ മി ദ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ഈച്ച് ഫുഡ് ഇൻക്ലൂഡിംഗ് മിൽക്ക് ഫോർ എ 7-month-old ബേബി? 7-month-old ബേബി പറയുമ്പോൾ അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എത്രയുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. നന്നായിട്ട് പാല് കുടിക്കുന്ന കുട്ടിയാണെങ്കിൽ യൂഷ്വലി എവറി 3 hours കുട്ടി പാല് കുടിക്കുന്നുണ്ടെങ്കിൽ 2 നേരം നിങ്ങൾക്ക് ഫുഡ് കൊടുത്താൽ മതിയാവും. അല്ല, പാലിൻ്റെ ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ 3 നേരം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ സോളിഡ് ഫുഡ്സ് കൊടുക്കുമ്പോൾ ഒരു 4 hours ഗ്യാപ്പിൽ സോളിഡ് ഫുഡ്സും ഇടയ്ക്ക് കുഞ്ഞിന് ദാഹം അതൊക്കെ അനുസരിച്ച് വെള്ളം കൊടുക്കാം. എല്ലാ കുട്ടികൾക്കും ഒരുപോലെയല്ല. വെയിറ്റ് നല്ല കുട്ടികൾക്കും വെയിറ്റ് കുറവുള്ള കുട്ടികൾക്കും ഒക്കെ ഈ ഫ്രീക്വൻസി നമുക്ക് വ്യത്യാസമാണ്. പിന്നെ ഏത് കൺട്രിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്? ഇപ്പം നമ്മളെ ഇവിടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല ചൂടാണ്, അപ്പോൾ കുറച്ചുകൂടി ഫ്രീക്വൻ്റ് ആയിട്ട് ഫീഡ് വേണ്ടി വരും. ദെൻ അപർണയാണ്. മോൾക്ക് വെള്ളം കൊടുക്കാൻ നല്ല മടിയാണ്. മധുരമുള്ള നാരങ്ങ വെള്ളമാണെങ്കിൽ കുടിക്കും. അത് എന്നും കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ട്? ജനറലി നമ്മളത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എപ്പോഴും ഞാൻ പറയും, മധുരമൊക്കെ ഒരു പാകത്തിന് മതി. ഒത്തിരി മധുരത്തിലേക്ക് അവരെ ശീലിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ബാക്കി വെള്ളങ്ങളൊക്കെ കൊടുക്കാം, ബാക്കി ജ്യൂസസ് ഒക്കെ കൊടുക്കാം, അനാറ്, ഓറഞ്ച്, കരിക്കിൻ്റെ വെള്ളം, അങ്ങനത്തെയൊക്കെ കൂടി ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ മാം, കുഞ്ഞിന് ഭക്ഷണം, രേഷ്മയാണ്, തൊണ്ടയിൽ കുടുങ്ങിയാൽ എന്താണ് ചെയ്യേണ്ടത്? കുഞ്ഞുങ്ങൾക്ക് ഫുഡ് അല്ലെങ്കിൽ പാല് തൊണ്ടയിൽ കുടുങ്ങി എന്ത് ചെയ്യണം എന്നുള്ള പ്രൊസീജിയർ ഞാൻ കറക്റ്റായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചാനലിൽ ഒന്ന് കണ്ടു നോക്കൂ. ദെൻ ഷഹനാണ്. ഡോക്ടർ, കുഞ്ഞിന് 2.5 മാസമായി. ഹോം മെയ്ഡ് കാജൽ യൂസ് ആക്കാമോ കണ്ണിൽ? കാജൽ എന്ന് പറയുമ്പോൾ ഹോം മെയ്ഡ് എങ്ങനെയായിരിക്കും? നമ്മൾ ഈ തിരിയൊക്കെ കത്തിച്ചിട്ട് നെയ്യ് അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നതല്ലേ. എന്തായാലും അതെന്ന് പറയുമ്പോൾ കാർബണാണ്. അപ്പം ഞാൻ പറയും കണ്ണിൻ്റെ ഉള്ളിലൊന്നും യൂസ് ചെയ്യാതിരിക്കും, പുറത്തൊക്കെ വേണമെങ്കിൽ. അത് നിങ്ങളുടെ ഓപ്ഷനാണ്. കുഞ്ഞ് പിന്നെ 2.5 മാസമല്ലേ. ഞാൻ പറയൊരു നോ തന്നെ ഞാൻ പറയും, ഉപയോഗിക്കേണ്ടെന്നേ പറയുള്ളൂ. കണ്ണിൻ്റെ ഉള്ളിൽ എന്തായാലും വേണ്ട. ദെൻ ഡോക്ടർ, പോളിയോ വാക്സിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യും. ഇവിടെ മോൾക്ക് 1.5 വയസ്സായി. അവൾക്ക് OPV 1 പ്രാവശ്യവും IPV 3 പ്രാവശ്യം കൊടുത്തു. ഇപ്പോൾ വരുന്ന പോളിയോ ഡേയിൽ പോളിയോ ഡ്രോപ്സ് കൊടുക്കാമോ? ഡേയ്സ് കഴിഞ്ഞു പോയി, കൊടുക്കണം. ദാറ്റ് ഈസ് ഡിഫറെൻ്റ് ആണ്. അത് പൾസ് പോളിയോയുടെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കണം.
ദെൻ ഡോക്ടർ പ്ലീസ് ഡു എ വീഡിയോ അബൌട്ട് സ്പൈന ബൈഫിഡ. ജോർദാൻ എന്നുള്ള ഒരു ഐഡിയ നിന്നാണ്. സ്പൈന ബൈഫിഡ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമോ എന്നറിയില്ല, എന്നാലും ഞാൻ ചെയ്യാം. ഒരാൾക്കെങ്കിലും ഒരാൾക്ക് യൂസ്ഫുൾ ആയ അത്രയും നല്ലതല്ല, ഞാൻ ചെയ്യാം. ദെൻ പിന്നെ ഫർസാനയാണ്. ഡോക്ടർ പൾസ് പോളിയോ ഗവൺമെൻറ് കൊടുത്ത ഡേറ്റിൽ എടുക്കാൻ നാട്ടിലില്ലായിരുന്നു, അത് കുഞ്ഞിന് ദോഷമാണോ? ഇനി അത് കേട്ടാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ടോ? സാധാരണ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കിട്ടില്ല, ഗവൺമെൻറ് ഹോസ്പിറ്റലിലോ PSCസിലൊക്കെ പോയിട്ട് അവിടുത്തെ ആശാ വർക്കർ ഒന്ന് ചോദിക്കൂ കേട്ടോ. ദെൻ പ്രീതയാണ്. ഡോക്ടർ കുട്ടികൾക്ക് കാഴ്ച വൈകല്യം ഉണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാവും? കുട്ടികളുടെ കണ്ണിൻ്റെ പവറിനെ കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. അല്ലാത്ത കാര്യങ്ങളും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറഞ്ഞു തരാം. സാധാരണഗതിയിൽ 2 മാസമാകുമ്പോൾ കുട്ടികൾ ചിരിക്കാൻ തുടങ്ങും. 3 മാസമാകുമ്പോൾ അമ്മയും ഒക്കെ മനസ്സിലാക്കി സ്മൈൽ ഓഫ് റെക്കഗ്നീഷൻ വരും, മനസ്സിലാക്കിയുള്ള ചിരി വരും. അതൊന്നും ഇല്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കാഴ്ചയ്ക്ക് പ്രശ്നമാണ്. ഒരു 3 മാസമൊക്കെ കഴിയുമ്പോൾ നമ്മളിങ്ങനെ കളർഫുൾ ആയിട്ട് സാധനം കണ്ട കുട്ടി അതിനെ ഫിക്സ് ചെയ്യും, നോക്കിയിട്ട് കുറച്ച് ദൂരമൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തലത്തിരിക്കും. അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ കുഞ്ഞ് നമ്മളെ ഫിക്സ് ചെയ്ത് നോക്കും. അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ ഒന്ന് കാണിക്കണം. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത്രയും ചെറിയ കുട്ടികളുടെ കാഴ്ച ടെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പറ്റും. അപ്പോൾ എന്തായാലും കാണിക്കണേ. ദെൻ അറ്റ് വ്ളോഗ്സ് എന്നുള്ളൊരു ഐഡിയ നിന്നാണ്. ഡോക്ടർ കുഞ്ഞുങ്ങൾക്ക് എഗ്ഗ് മിൽക്ക് ഡ്രിങ്ക് കൊടുക്കാമോ? വണ്ണം വെക്കാൻ നല്ലതാണ്. എൻ്റെ മോൾക്ക് 2 വയസ്സേ 10 kg ആണ് വെയിറ്റ്. കട്ടി ആഹാരം കഴിക്കില്ല, ഇപ്പോഴും കുറുക്കാണ്, അതും ഫോഴ്സ് ഫീഡിങ് ആണ്. 1.25 വയസ്സുള്ള ദോശ ഇഡ്ഡലി അപ്പം ഒക്കെയാണ് തുടങ്ങിയത് എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഡോക്ടർ കൊടുക്കാം എഗ്ഗ്, നമ്മൾ വീട്ടിൽ നമ്മൾ എഗ്ഗ് കൊടുക്കാം, മിൽക്ക് കൊടുക്കാം, ഇതൊക്കെ നല്ലതാണ് വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട്. ബനാന കൊടുക്കാം. ഞാൻ എപ്പോഴും പറഞ്ഞ പ്രോട്ടീനൊക്കെയാണ് വെയിറ്റ് ഗെയിന് കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് എഗ്ഗിൻ്റെ വൈറ്റ് നല്ലതാണ്. പലതരം പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ പയറുവർഗ്ഗങ്ങൾ നല്ലതാണ്. സോയാബീനൊക്കെ പ്രോട്ടീൻ്റെ റിച്ച് സോഴ്സാണ്. ഗ്രൗണ്ട് നട്ട് എന്ന് പറയുന്നത് നമ്മുടെ കപ്പലണ്ടി വറുത്ത് പൊടിച്ചിട്ട് ആ പൊടി ചെറിയ ശർക്കരയായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ മിഠായി പോലെയൊക്കെ ആക്കിയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ എന്തിൻ്റെങ്കിലും കൂടിയൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിലും നല്ലതാണ്. ദെൻ നമ്പർത്തിയാണ്. ഹൈ മാം, എൻ്റെ മോൾക്ക് 3 വയസ്സായി, പാൽ കൂടി നിർത്തി, ഇപ്പോൾ എനിക്ക് ബ്രസ്റ്റ് പെയിൻ വരുന്നുണ്ട്, ഷോൾഡേഴ്സും വെച്ച് ഇത് ഉണ്ടാകാറുണ്ടോ? കാണിക്കേണ്ട ആവശ്യമുണ്ട്. നല്ല പെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ കാണിക്കണം. ബിക്കോസ് അത് ബ്രസ്റ്റ് ഫീഡിങ് നിർത്തിയത് കൊണ്ടായിരിക്കില്ല, നമ്മുടെ നെക്കിലെ സെർവൈക്കൽ അവിടെയില്ലേ ഡിസ്ക്, സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് എന്നൊക്കെ പറയും, അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് വേദന ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചോളൂ കേട്ടോ. ദെൻ മാം കുഡ് യു പ്ലീസ് ഡു, അർച്ചനയാണ്, വീഡിയോ അബൌട്ട് കവാസാക്കി ഡിസീസ്, അതും ഒരു റെയർ ഡിസീസാണ്, സെപ്പറേറ്റ് ചെയ്യാം. ദെൻ ശ്രീജിയാണ്, ലാക്ടോസ് ഇൻടോളറൻസിനെ പറ്റിയൊരു വീഡിയോ ചെയ്യാമോ? ചെയ്യാം. ദെൻ അറ്റോപ്പിക് അലർജി വീഡിയോ ചെയ്യാമോ? അടുത്തതാണ്. ആതിര, ചെയ്യാം. ദെൻ സജ്ജന, ഹലോ ഡോക്ടർ, എൻ്റെ മോൾക്ക് കുറേ വെട്ടം കണ്ണിൽ നിന്നും അല്ലാതെയും തല ഇടിച്ചതൊക്കെ വീണിട്ടുണ്ട്, അന്നേരം കാണിച്ചപ്പോൾ ഓക്കെ, എന്നാൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവുമോ? എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇപ്പം ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ഇത് സാധാരണ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. വറീഡ് ആവേണ്ട, സമാധാനമായിട്ടിരിക്കും. ദെൻ ഹലോ ഡോക്ടർ, മഞ്ജു ആണ്, ഡയപ്പർ കത്തിക്കുന്നത് വഴി ശ്വസിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? തീർച്ചയായിട്ടും കുഴപ്പമുണ്ട്. അതൊന്നും അതുണ്ടാക്കിയ മെറ്റീരിയലൊക്കെ നമുക്ക് നാച്ചുറൽ, എത്രത്തോളം നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ് നമുക്കിപ്പോൾ അതിലെല്ലാം സിന്തറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കത്തിക്കുമ്പോൾ നല്ലതല്ല. 1 ഇയർ ബേബിക്ക് കുറുക്കിൽ ഫോമുല മിൽക്ക് പൗഡർ ചേർക്കാമോ എന്നുള്ളതാണ്. ശരിക്കും അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇനി ചേർത്തു എന്ന് വിചാരിച്ച് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, 1 ഇയർ ഓൾഡ് ബേബി അല്ലേ. ദെൻ ആര്യാണ്, മാം ഐ കെയിം അക്രോസ് വൺ ഓഫ് യുവർ ഓൾഡ് വീഡിയോസ് ടുഡേ ആൻഡ് ഐ ഹാവ് എ വണ്ടർ. മൈ ബേബി 7 months and 5 days old and he wants breastfeed exclusively at 6 months. He weighs 9.7 kg. 7 months 9.7 kg. I'm merely feeding a few spoonfuls of water while giving solids. Is it enough considering his weight, and should I serve 3 meals? He seems to be quite interested in food and water. Every time he sees food, he wants it. I breastfeed him frequently. I'm concerned about his weight. His birth weight was 3.5. 3.5 ഇപ്പോഴത്തെ ബേബി 9 ആണ്. വെള്ളം കൊടുത്തോളൂ, വെള്ളം കുട്ടിക്ക് വേണം. ബ്രസ്റ്റ് ഫീഡ് ചെയ്തോളൂ, കൂടെ കുട്ടിക്ക് വെള്ളം തേഴ്സ്റ്റ് പോലെ കാണിക്കുന്നതിന് വെള്ളം കൊടുത്തോളൂ. ഫുഡ് ഒരു 2 times അല്ലെങ്കിൽ 3 times കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. എല്ലാ സമയത്തും കൊടുക്കണ്ട, കാരണം ബ്രസ്റ്റ് മിൽക്ക് ആഡിക്വേറ്റ് ആയിട്ടുണ്ടല്ലോ. മാക്സിമം ഒരു 3 times വെച്ച് കൊടുക്കൂ. വാട്ടർ ആസ് ആൻഡ് വെൻ നെസസറി അങ്ങനെയും കൊടുക്കാം. വിജീഷാണ്, ഡോക്ടർ 1 വയസ്സുള്ള കുട്ടികൾക്ക് പ്രോട്ടീൻ യൂറിൻ വഴിക്കും കുട്ടികൾക്ക് ശരീരത്തിൽ നീരുണ്ടാകുമോ? ഉണ്ടാവും. മൂത്രത്തിലൂടെ പ്രോട്ടീൻ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് നീരുണ്ടാവും.
ദെൻ കീർത്തനയാണ്. എൻ്റെ മോൾക്ക് 3 വയസ്സായി. അവൾക്ക് കരയുമ്പോഴും സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും പറയുമ്പോൾ നെക്കിൻ്റെ സൈഡ് ഒരു മുഴ പോലെ കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എങ്കിലും, വീഡിയോ ആയിരിക്കും നന്നാവുക. കരയുമ്പോൾ അത് കാണുന്നത്. താഴെ എൻ്റെ ഓൺലൈൻ കൺസൾട്ടേഷൻ നമ്പർ ഉണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് അത് അയച്ചു തന്നാൽ നമുക്ക് നോക്കാം. Then ചോക്ലേറ്റിൽ ഹൈ ഡോക്ടർ പ്ലീസ് ഡു എ വീഡിയോ അബൌട്ട് ക്ലഫ് പാലറ്റ് ആൻഡ് ടങ് ടൈ ഇസ് മൈ റിക്വസ്റ്റ്. ഫുഡ് നല്ലപോലെ കഴിക്കുന്നു, കുറുക്കൊക്കെ വേറെ പ്രശ്നം. ബട്ട് മൈ 10-month ക്ലഫ് പാലറ്റ് ബേബിയാണ് വിത്ത് 4.4 kg. ഓക്കെ. ക്ലഫ് പാലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അണ്ണാക്കിൽ ഹോളുള്ള ഒരവസ്ഥ, പാലറ്റിൽ ഒരു സ്പ്ലിറ്റ് ആയിട്ടിരിക്കുക. അത് പേടിക്കേണ്ട, നമുക്ക് സർജറി ചെയ്ത് മാറ്റാൻ പറ്റും. കുഞ്ഞ് അത്യാവശ്യം വെയിറ്റ് ഉള്ളപ്പോൾ അവർ സർജറി ചെയ്യും. സർജറി ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ ഫീഡിങ്ങും ബെറ്റർ ആവും, ലാംഗ്വേജും സംസാരവും ഒക്കെ ശരിയാവും. അപ്പോൾ അവർ പറഞ്ഞ ഡേറ്റിന് പോയിട്ട് അതുപോലെ ഫോളോ ചെയ്യുക. ടങ് ടൈ എന്ന് പറഞ്ഞാൽ നാവിൻ്റെ അടിയിൽ കെട്ട്. അത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാൻ പറഞ്ഞുതരാം. അത് കുഞ്ഞിൻ്റെ സംസാരത്തിനെയോ ഫീഡിങ്ങിനെയോ ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പേടിക്കേണ്ട. അല്ല, കുട്ടിയുടെ ലാംഗ്വേജ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാവുന്നുണ്ട്, ചില വാക്കുകൾ പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്ത് കളയേണ്ടി വരും. കട്ട് ചെയ്ത് കളയുന്നത് പീഡിയാട്രിക് സർജനോ ENT സർജനോ ഒക്കെയാണ് ചെയ്യുന്നുണ്ടാവുക. അതൊരു വലിയൊരു പ്രൊസീജിയറല്ല, ജസ്റ്റ് ഒരു OB പ്രൊസീജിയർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണോ എന്നുള്ളത് എന്തായാലും ഒന്ന് കൺസൾട്ട് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. ദെൻ ജ്യോതിയാണ്. ജ്യോതി പറയുന്നത് ഡോക്ടറിൻ്റെ മോൾക്ക് 6 months ആയി. നേരെ കിടന്നുറങ്ങുന്നത് ഇഷ്ടമേ അല്ല, സൈഡിലേക്കാണ് അല്ലെങ്കിൽ കമിഴ്ന്ന് കിടന്നൊക്കെയാണ് ഉറങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല ജ്യോതി, പ്രശ്നമില്ല കേട്ടോ, അങ്ങനെ ചെയ്തോട്ടെ ബേബി. പിന്നെ രാജേശ്വരിയാണ്. എൻ്റെ മോന് സ്പീച്ച് ഡിലേ ഉണ്ട്. ഞാൻ സ്പ്രിങ് തൊട്ടിയാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണോ? സ്പ്രിങ് തൊട്ടി യൂസ് ചെയ്യുമ്പോൾ 2 ഫാമിലി മെമ്പേഴ്സിനും ഇങ്ങനെ സ്പീച്ച് ഡിലേ വന്നു. അതുകൊണ്ട് സ്പ്രിങ് തൊട്ടിലും സ്പീച്ച് ഡിലേ ആയിട്ട് വ്യത്യാസമില്ല. ഹിയറിങ് കേൾവി എന്തായാലും ടെസ്റ്റ് ചെയ്യണം. സെക്കൻഡ് തിങ്, നമ്മുടെ സ്റ്റിമുലേഷൻ എങ്ങനെയാണ്, ചുറ്റുമുള്ള ആൾക്കാരുടെ നമ്മൾ കുട്ടീനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കണം. പിന്നെ വേറെ എന്തെങ്കിലും ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് കൂടി ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ വീഡിയോ ഒട്ടും കൂടുതൽ നീണ്ടു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ വരട്ടെ. അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.